ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അവർ രണ്ടുപേരും വന്നില്ല. അന്നേരം ഞാൻ ഒറ്റയ്ക്ക് ഈ ഒരു പാടത്ത് വന്നപ്പോൾ നമ്മൾ ഡ്രൈവറുമായിട്ട് സംസാരിച്ച് ഡ്രൈവറൊന്ന് ചെറുതായിട്ട് മോട്ടർ വലിച്ച് തന്നു. എന്നിട്ട് ചെറിയ വരാൽ കണ്ടായിരുന്നു. പുള്ളി പറഞ്ഞായിരുന്നു ഇപ്പോൾ മീൻപിടുത്തക്കാരുണ്ടായിരുന്നു, 4 ദിവസം മുന്നേ എടുത്ത പണിയെല്ലാം കഴിഞ്ഞാന്ന് പറഞ്ഞായിരുന്നു. നേരെ ഇവിടം വരെ പുള്ളിയായിട്ട് ഞാൻ സംസാരിച്ചപ്പം നമ്മൾ നിൽക്കുന്ന ഈ പാടത്തിൻ്റെ അപ്പുറം ഒരു പാടം കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ കുമരകമായി. പിന്നെ കുമരകമായിട്ട് ഇത്ര അടുത്തായി. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് പുറകിലൊരു വര തടഞ്ഞുകൊണ്ട് പോരി നോക്കാം. 2 കിലോ വരാരെങ്കിലും കിട്ടുവാണെങ്കിൽ പിന്നെ ഇവിടുന്ന് പോകുന്ന വഴിക്കും തപ്പി നമുക്ക് പോവാം. അതിനകത്തുനിന്ന് ഇടിച്ചാനൊക്കെ നോക്കട്ടെ. ഇതിനകത്തൊക്കെ ചിമിട്ട് കാരിയിരിപ്പുണ്ട്, ഒരു രക്ഷയില്ല. മരക്കൊണ്ട് ഇറങ്ങത്തില്ല. കൂടുതലായിട്ടൊന്നുമില്ല, ഒന്നൊറ്റയും കാരി കല്ലിനകത്ത് കയറിയിരിപ്പുണ്ട്. നമ്മുടെ ലക്ഷ്യം കാര്യമല്ല വരാല. ഒരക്ക് വിളിച്ചാടിയ നമ്മളെ വല പൊക്കിയിട്ട് ഒരു വരാക്കെണ്ണം ചെറുതായിട്ട് ചാടിപ്പോയി. ഒരുത്തൻ ചാടിയവനെ ഞാൻ പിടിച്ച് ഞാൻ കറുതി കിട്ടി. ഇത്രയും താമസിച്ചെന്ന് പറയാം. ഇന്ന് ഒരു ശക്കലം കാരി ഈ സൈഡിലുണ്ടായിരുന്നു. വരാൽ കാണാത്തത് കാരി പോകണ്ടെന്ന് പറഞ്ഞത് പിന്നെ പതുക്കെ തടുത്ത് കയറ്റി. എത്ര ശതമാനം കയറിയിട്ടുണ്ടെന്നൊന്നും അറിയത്തില്ല. വേറെ കാര്യം ചെറുതായിട്ട് ഈ ചെളിക്കടി കൂടിയൊക്കെ പോകുന്ന സാധനങ്ങളാണ്. വര ഒതുക്കി നോക്കട്ടെ. മഞ്ഞക്കൂരി, കറക്റ്റ്.
വേറെ മീൻ കിട്ടി. ആ കിട്ടിയ ചെമ്പല്ലി മാറ്റിയിട്ടില്ലെങ്കിൽ കാര്യത്തു. ഇതുണ്ട് ഒരു ശകലം കാരി, 1 കിലോ കഷ്ടി. പിന്നെ ദൃഢമുള്ള കാരി ഇച്ചിരി ഒരു വരാൽ. ഉള്ളത് കൊണ്ടൊക്കെ തൃപ്തിപ്പെടുക. ഇവിടെ ഒരു ചെറിയൊരു വളവളയ്ക്കാൻ പോവുക. 2 വരാൽ വെള്ളം എടുത്ത് നിൽക്കുന്നുണ്ട്. 2 എണ്ണമാക്കി 2 എണ്ണം ആകട്ടെ നിർത്തി അങ്ങോട്ട് കറക്കാൻ പോവുക. ഈ കുറ്റിച്ചോട്ടിലായിട്ട് 2-3 എണ്ണം കണ്ടത്. അപ്പോൾ ഉണ്ടല്ലല്ലോ എല്ലാം അവിടെയൊക്കെ 1-2 എണ്ണം ഇപ്പോൾ തല പൊക്കി. വറ മാറ്റി വെക്കണം. നമ്മളിത് ഇവിടെ ഇങ്ങനൊരു വര കറക്ക് കുതിച്ച് ഈ വര നേരെ ഇങ്ങോട്ട് മുട്ടിക്കാനാണ്. ഇവിടെ നിന്നുള്ള മീനെ എങ്ങനെയും ഓടിച്ച് ഈ ഭാഗത്താക്കണം. എന്നാലേ നമുക്ക് ഈ പരിപാടി നടക്കത്തുള്ളൂ. നോക്കട്ടെ, ഈ പായലല്ല ഇതിനകത്തോട്ട് കയറ്റിയാൽ ഇവന്മാർ ഇവിടെ നിന്ന് വിട്ട് പോരും അറിയത്തില്ല. ഇതിവിടെ നിന്ന് തെളിച്ച് കൊടുക്കാൻ നോക്കുക. എന്തായാലും ഇങ്ങനെ തടയുണ്ട്. ഇവന്മാരെന്തായാലും തിരിഞ്ഞേ വരത്തുള്ളൂ. ആഹാ, നമ്മളത് ഒരു ചെറിയൊരു കറക്ക് പരിപാടിയാണത്. വല മറിച്ചിട്ടുണ്ട്. വലൊക്കെ അതൊന്നും ചാടിക്കാണുന്നില്ല. ഒരു വരാൽ നേരത്തെ ആദ്യം ചാടിയുണ്ട്. പിന്നെ എനക്കൊന്നും കണ്ടിട്ടില്ല. കുറേ ഇപ്പം കിടന്ന പോളയെല്ലാം ഞാൻ വഴി തള്ളി വരയ്ക്കാതിരിക്കുക. പമ്മി കിടക്കണമെന്നും പറയാൻ പറ്റത്തില്ല. ഒരു പണിയെന്ന് പറഞ്ഞ് പോളയെല്ലാം തള്ളിക്കളയാം. ഇഷ്ടംപോലെ അവിടെ കിടന്ന പോളയെല്ലാം ഇതിനകത്തൊരു ചവറൊക്കെ കയറ്റി ഇട്ടേച്ച്. ഇനിയിപ്പം ഈ ചവറ് വാരി മാറ്റട്ടെ. അയ്യോ നമ്മുടെ വലയൊക്കെ കയറ്റി. ഒരു വരാലം കണ്ണൻ ചാടിക്കണ്ടായിരുന്നു. 1-2 കണ്ട്, ബാക്കിയെല്ലാം കണ്ണൻ വരാലായിരുന്നു. കലമെടുത്തില്ല. ഒരു തൂന്ന് വന്നു, ഒരാടെ മേളിൽ കിടന്ന് വന്നു. കലമെടുക്കാഞ്ഞത്. കണ്ട വരാലൊന്നും കയറിയില്ല. 3 പുറകുവലയില്ലഞ്ഞുകൊണ്ട്. രക്ഷിക്കാൻ പോ.
അവിടെ നിന്ന് പൊടി വരാൽ മൊത്തം വലക്കകത്ത് കയറി. പക്ഷേ 1-2 വരാലുകൂടി വലുത് ഞാൻ കണ്ട, 2 എണ്ണേ വലക്കകത്ത് കയറിയുള്ളൂ. പുറവല ഇല്ലാത്തതിൻ്റെ ഇതാ. പുറവല ഉണ്ടായിരുന്നേ അവൻ മിസ്സാകത്തില്ലായിരുന്നു, അവന്മാർ കിട്ടിയാനായിരുന്നു. കണ്ടെത്തി പോയ ശരി, അടുത്ത പ്രാവശ്യം വാ. ഇതാണ് കിട്ടിയത്, 2 വരാലും കുറച്ച് ചെമ്പല്ലി. അതെ, പുറവല ഉണ്ടായിരുന്നെങ്കിൽ ഒരു 2 പോണ്ണം കൂടി കിട്ടിയാനായിരുന്നു. വരാൽ ഞാൻ കണ്ടതാണ്, അവന്മാർ പുറന്നോട്ട് പോയിട്ടുള്ളതാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഇത്രയും ഏരിയ നോക്കാൻ നേരത്തെ തന്നെ പുറന്നോട്ട് മാറും.
ഒരു വരാലുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഒച്ച ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വീട്ടുകാരുണ്ട്, അവർക്ക് ഒരു ബഹളം ഉണ്ടാക്കാം. ആ സൈഡിൽ കൂടി വല വെച്ച് വന്നു കഴിഞ്ഞാൽ അവർ വല വെക്കാൻ ഇവിടെ സമ്മതിക്കത്തില്ല. ഇവിടെ വരുന്ന മീൻപിടുത്തക്കാർക്കറിയാം, നമ്മുടെ അപ്പാപ്പൻ ടീമിനൊക്കെ അറിയാം ഒരു ബഹളം ഇവിടെ വല വെക്കുന്നതിന്. അവർ ദൂരോട്ട് മാറി വെക്കാനേ പറ്റില്ല. ഞാനൊന്നുണ്ട് മിണ്ടാതെ അനങ്ങാതെ വലയായിട്ട് വന്ന് കറക്കി വെച്ചാൽ അത് ആ വരാൽ കിട്ടിയിട്ടൊന്നും മിണ്ടാതെ അനങ്ങാതെ ഞാനെടുത്ത് കലത്തിനകത്തിട്ടത്. നമ്മുടെ വലക്കകത്ത് വന്നോട്ടും വരാലുണ്ട്. ഇങ്ങനെ കറക്കി ഇതിനകത്തും വരാലുമുണ്ട്. ഈ കല്ലിനകത്ത് കയറി ഞെരുങ്ങിയിരിക്കുക. ഇനി അവനെ ഉപേക്ഷിച്ച് സമയം പോകും. ഇപ്പം അങ്ങോട്ട് വല വലിച്ച് തരും. ഒരു 3-4 വരാൽ പുറന്നോട്ട് പോയി. എൻ്റെ മിസ്റ്റേക്ക് കാരണം സൈഡ് നമ്മൾ ശ്രദ്ധിക്കാതെ ഇന്ന് ഒറ്റ വലി വലിച്ചപ്പോൾ തന്നെ അടിപ്പോയി. പിന്നെ ആദ്യം ഒന്ന് കണ്ട വലിച്ചു തുടങ്ങിയപ്പോൾ പോയി. ഇത് പിന്നെ എൻ്റെ മിസ്റ്റേക്കായിരുന്നു. നമുക്കൊരു 3 വരാൽ കിട്ടി. അതും പോയാൽ കല ഇതിൻ്റെ പുറത്ത് കിടന്ന് വന്നു. അതിനകത്തൊരു വരാൽ ഇരുന്ന് പോയി. ഇപ്പോൾ ഈ ചാര അവിടെ നിന്ന് തല്ലി വരണം. തല ഇച്ചിരി വരാൽ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നി. ഇവിടുന്ന് ഈ ഭാഗത്ത് വരാലിൽ ഒന്നും കാണാൻ പറ്റുന്നുണ്ട്. മിണ്ടായിരുന്നിട്ട് തൊണ്ടയിലെ വെള്ളം പറ്റുന്നു. ഇവിടൊക്കെ 300 വരാൽ പൊങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇച്ചിരി കയറി അടിച്ചനൊക്കെ വരണം. വെള്ളത്തിൽ എനിക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നു. 300 വരാൽ ഇവിടെ നിൽക്കുന്നു. എന്തായാലും നമ്മളിത്തവണ ഞാൻ പുറവലയും വെക്കുന്നുണ്ട്. ഇത് മിസ്സാകില്ല. അത് ഈ 2 വല വെച്ചിട്ട് നമുക്ക് വലിയ രക്ഷയൊന്നും ഇല്ലായിരുന്നു. ഈ വരയ്ക്ക് തച്ചൊപ്പിക്കണമല്ലോ. എൻ്റെ ദൈവം, ഇതിനകത്ത് കയറാനും പറ്റത്തില്ല. വായിച്ചില്ല. എൻ്റെ പുറയിലൊരു വരാൽ. അകത്ത പുറത്തായിരുന്നു. നമ്മൾ ഈ വല ഇങ്ങനെയും കുത്തി അവിടെയും പൊക്കി കുത്തി. ഇനി കിടക്കുന്നവൻ ചാടിപ്പോകരുത്. മൊത്തം 5-6 വരാൻ നമുക്കിപ്പോൾ തന്നെ കിട്ടി. എന്തായാലും ഇച്ചിരി വെള്ളം കുടിച്ചിട്ടുള്ള പണിയുള്ളൂ. ഇനി തളർന്നുപോയി. അപ്പോൾ ഈ വല നമുക്ക് ഇങ്ങോട്ട് കറക്കി കൊള്ളിക്കാൻ അവന്മാർ മിസ്സാകരുത്. ശകലം നേരത്തേക്ക് ഈ വല പൊക്കുന്നവരെ ക്യാമറ മാറ്റും. ഇനിയിപ്പോൾ ഇത് കണ്ടു, ഈ വലയുടെ അകത്തുകൂടി ഈ സൈഡ് പൊക്കി പോകണം. എനിക്ക് ഉമ്മാരി ചാടും. 150 വരാൽ ഇതിനകത്തുണ്ട്. ഉമ്മാരി ചാടിപ്പോകാതിരിക്കണം. ഈ ക്യാമറയും വെച്ചുകൊണ്ട് ഈ വലക്കകത്തൊരു പോക്ക് നടക്കത്തില്ല. അവിടെ ഒരു വരാലിനെ പിടിച്ചിട്ടുണ്ട്. മറന്നു പോയിരുന്നാൽ മതിയായിരുന്നു. നമ്മുടെ വലയെല്ലാം പൊക്കിയിട്ടുണ്ട്.
അയ്യോ ഇത് വല പിരിഞ്ഞു വന്നുകൊണ്ട് അത്തോ ചെമ്പല്ലി സിലോപ്പി ചൂട് വെള്ളത്തിൽ കിടന്ന മീനാ, ചാകാതിരുന്നാൽ മതിയായിരുന്നു. കുറവ് വലയിൽ മാത്രം വരാല കേട്ടോ. ഇത് ആദ്യമേ പിടിച്ചിട്ട് അത് കമ്പത്തേക്കൊന്ന് മയങ്ങിയെന്ന് തോന്നുന്നു, ചത്തു പോകും. ഇത് തന്നെ ഉണ്ട് 5-8 കിലോ വരാലുണ്ട് ഇത്. ഇനി ഒരു വല കൂടി നമ്മുടെ എടുക്കാനും ഉണ്ട്. ഇന്നത്തെ എൻ്റെ കഷ്ടപ്പാടിനുള്ള ഫലമാണ് കേട്ടോ. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ എല്ലൊടിയുന്ന പണിയായിപ്പോയി. പക്ഷേ ഒരു മോട്ടോറേ ആണെങ്കിൽ വിഷയമല്ല. ഫസ്റ്റിലെ വന്ന് ഈ മോട്ടോറേ വന്ന് ചാടിയിരുന്ന് നേരത്തെ വീട്ടിൽ പോകാമായിരുന്നു. 2 മോട്ടോറിൽ ഇറങ്ങി, 3ാമത്തെ തറയിലാണ് വന്നിറങ്ങി നേരെ. പിന്നെ മറ്റേന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പണിയെടുക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഒരു തറയിലൊക്കെ മീൻ കണ്ടിറങ്ങി അവിടുന്ന് അത്യാവശ്യം മീൻ കിട്ടി നേരെ പോകുന്ന പരിപാടി. നമുക്ക് ആദ്യത്തെ 2 തറയിൽ ഇറങ്ങിയിട്ട് മീൻ ഇല്ലാഞ്ഞുകൊണ്ട് മാത്രമാണ് ഇവിടെയും വന്നിറങ്ങിയത്. അയ്യോ, വരിച്ച് കയറ്റുന്നതൊക്കെ സിലോപ്പിയും വരാലും ചെമ്പല്ലിയും എല്ലാ ഐറ്റവും ഉണ്ട്.
ഞാൻ രാവിലെ തൊട്ട് അലഞ്ഞിരിഞ്ഞ് നടന്നതിൻ്റെ എല്ലാം കിട്ടി. ഞാൻ ഓർത്ത് രാവിലെ തൊട്ട് അലഞ്ഞൊരു എണ്ണക്കാശ് ആയില്ല, എനിക്കൊരു 500 രൂപ പോലും ആയില്ല എന്നൊക്കെ ഓർത്ത് നടന്ന് ഇപ്പോൾ എല്ലാം റെഡിയായി. എണ്ണക്കാശുമായി എൻ്റെ തച്ചും കഴിഞ്ഞ് എങ്ങനെ കളിച്ചാലും ഇതുകൊണ്ടൊരു 5-10 കിലോ വരാല്, മൊത്തം ഒരു 10-20 കിലോ വരാൽ എന്തായാലും ഉണ്ട്. എന്തായാലും ഇന്നത്തെ പണി ലാസ്റ്റ് ടൈം ആണെങ്കിലും പണി നല്ല പണിയായിരുന്നു കേട്ടോ. അയ്യോ, ഞാൻ ഓർത്ത് ഇന്ന് വെറും കൈയോടുകൂടി പോകണം. കിട്ടിയ ഒരു ശകലം കാര്യം ഒരു 2-3 ചെറിയ വരാലുമായിട്ട് പോകേണ്ടി വരുമെന്ന് പറഞ്ഞത്, ശകലം ചെമ്പല്ലിയായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പണി നല്ല ഇഷ്ടപ്പെട്ടു. ചെമ്പല്ലിയൊക്കെ നല്ല സൈസ് ചെമ്പല്ലി, എന്നിട്ട് സിലോപ്പിയുണ്ട്. സിലോപ്പി കുടഞ്ഞിട്ടാണ് ഇത് ന്യായമായിട്ടുണ്ട്. അപ്പോൾ എന്തേ ഇവിടെ ഇരിക്കുന്ന 2 കലത്തിന് നമ്മുടെ വരാല കൊല്ലിക്കാതെ നമ്മൾ ചെമ്പല്ലിയും കെട്ടിയിട്ട് ഒരു 3 സിലോപ്പിയൊക്കെ ഉണ്ട്. അപ്പം ഉള്ള ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഇതേപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം.